ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മുട്ട കുറുമ ഉണ്ടാക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: മുട്ട പുഴുങ്ങിയത് 5 എണ്ണം, സവാള ഇടത്തരം 2 എണ്ണവും, ചുവന്നുള്ളി ഒരു 10-12 എണ്ണവും അരിഞ്ഞത്, കുറച്ച് മല്ലിയില, 2-3 തണ്ട് കറിവേപ്പില, തേങ്ങ ചിരകിയത് 1/2 കപ്പും പറങ്കേണ്ടി 10 കുതിർത്തതും കൂടി അരച്ചെടുത്തത്, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചിയും 7-8 വെളുത്തുള്ളി അല്ലിയും കൂടി ചതച്ചത്, പച്ചമുളക് എരിവിനനുസരിച്ച് 4-5 എണ്ണം. പാൻ ചൂടാകുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും 7-8 വെളുത്തുള്ളിയും ചതച്ചതിട്ട് വഴറ്റാം. സവാളയും ചുവന്നുള്ളിയും കൂടി ചേർത്ത് വഴറ്റാം. ചുവന്നുള്ളി വേണമെന്ന് നിർബന്ധമില്ല, സവാള തന്നെ ആയാലും മതി. കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് കീറിയതും കൂടി ചേർക്കാം. സവാള നന്നായി വഴലണം, ഒരു ചുവപ്പ് കളർ വരെയൊക്കെ വരണം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിളക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയോട് ചേർത്തിട്ടുണ്ട്. അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഒരു ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടി ചേർത്തതാണ്. തക്കാളി അരിഞ്ഞത് കൂടി ചേർക്കാം. പൊടികൾ മൊരിഞ്ഞ് കഴിയുമ്പോഴാണ് തക്കാളി ഇടേണ്ടത്. ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി അടച്ചു വെക്കുക. അല്പം വെള്ളം കൂടി ചേർത്ത് വേണം അടച്ചു വെക്കാൻ. തുറന്ന് ഇളക്കാം. തക്കാളിയൊക്കെ വെന്ത് ഉടയണം. ഇതിൽ നമ്മൾ 1/2 കപ്പ് തേങ്ങയും 10 പറങ്കണ്ടി കുതിർത്തും കൂടെ അരച്ച് വെച്ചത് പേസ്റ്റ് പോലെ അരച്ചത് ചേർക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർക്കാം. ഇനി മുട്ട ചേർത്ത് മല്ലിയില അരിഞ്ഞതും ചേർത്ത് ഇളക്കി വാങ്ങാം. മുട്ട 1, 2, 3 വേണമെങ്കിലും കൂടുതൽ ചേർക്കാം, അതിനുള്ള ഗ്രേവിയുണ്ട്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.